അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മെട്രിക്സിൻ്റെ അകത്ത് മെട്രിക്സിൽ കുറേ എലമെന്റ്സ് ഉണ്ട്, കുറേ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ എല്ലാം കൂടെ സം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മെട്രിക്സ് റീഡ് ആൻഡ് ഡിസ്പ്ലേ ചെയ്യാൻ പ്രോഗ്രാം എടുത്തു. അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഓരോ ലൈൻ നോക്കാം. എ ഓഫ് 10 എന്തിനാണ്? മെട്രിക്സ് വേണം. മെട്രിക്സിൻ്റെ ലൂപ്പ് 2 ലൂപ്പുണ്ട്, ഐയും ജെയും ഉണ്ട്, ഐ ജെ ഉണ്ട്. ദെൻ മെട്രിക്സിൻ്റെ റോസും കോളംസിൻ്റെയും ലിമിറ്റ് കാണിക്കാൻ വേണ്ടി എം എന്നും ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സമ്മ കണ്ടുപിടിക്കാനല്ലേ? ഇപ്പോൾ എസ് എന്നൊരു വേരിയബിൾ ഞാൻ എടുക്കുന്നു, സ്മാൾ ലെറ്റർ എടുക്കാം. എസിൻ്റെ വാല്യൂ എത്രയായിട്ട് സെറ്റ് ചെയ്യുന്നു? ആദ്യമേ 0 സെറ്റ് ചെയ്യുന്നു. ദെൻ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മെട്രിക്സിൻ്റെ സം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മെട്രിക്സ് റീഡ് ചെയ്യണം. മെട്രിക്സ് റീഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് റീഡ് ചെയ്യണം? മെട്രിക്സിൻ്റെ ഓർഡർ റീഡ് ചെയ്യാം. എന്നും വാല്യൂസ് റീഡ് ചെയ്തു. ഇനി നമ്മൾ മെട്രിക്സിൻ്റെ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? മെട്രിക്സ് റീഡ് ചെയ്യാൻ പറ്റും. മെട്രിക്സിൻ്റെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഫോർ ഐ = 0, ഐ ലെസ് ദാൻ ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ = 0, ജെ ലെസ് ദാൻ ജെ പ്ലസ് പ്ലസ്. ഓക്കെ, അത് വെച്ച് നമ്മൾ സ്കാനർ പെർസെൻറ്റേജ് ഡേ ആംപർസെൻറ്റേജ് F5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ എലമെന്റ്സ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. എൻ്റർ ചെയ്യുന്ന ഓരോ എലമെന്റ്സും മെട്രിക്സിൽ ith റോയിൽ jth കോളമായിട്ട് എന്ത് ചെയ്യും? ഇരിപ്പുണ്ട്. ഇനി എനിക്ക് വേണ്ടത് മെട്രിക്സിന്റെ എലമെന്റ്സിന്റെ സം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ എ. ഓക്കെ, ആദ്യം ഈ പ്രോഗ്രാം അങ്ങ് മാറ്റിയിരിക്കട്ടെ. സം ഓഫ് എലമെന്റ്സ് കൊടുക്കാം. സം ഓഫ് എലമെന്റ്സിന്റെ മെട്രിക്സ് ആണിത്. തിരിഞ്ഞു പോകരുത്. സം ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെട്രിക്സിന്റെ സം കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സം ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ ഈ ഒരു മെട്രിക്സിനകത്ത് തന്നെ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മെട്രിക്സ് റീഡ് ചെയ്തു. ഇവിടെ ഉള്ള സ്റ്റെപ്പ് പഴയ പ്രോഗ്രാമിൻ്റെ അത് തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മെട്രിക്സ് സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെട്രിക്സിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? മെട്രിക്സിന്റെ ലൂപ്പിംഗ് എടുത്തു. മെട്രിക്സിന്റെ ലൂപ്പ് എന്താണ്? ഫോർ ഐ = 0, ഐ ലെസ് ദാൻ ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ = 0, ജെ ലെസ് ദാൻ ജെ പ്ലസ് പ്ലസ്. ഓരോ എലമെന്റ്സും മെട്രിക്സിൽ കിട്ടുന്ന ഓരോ എലമെന്റ്സും എങ്ങോട്ടേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു? എസ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു. സോ AFH എന്ന് പറയുമ്പോൾ നമുക്ക് മെട്രിക്സിനകത്ത് ഓരോ എലമെന്റ് കിട്ടും. ആ എലമെന്റ് എസ് ആയിട്ട് ആഡ് ചെയ്ത് അവിടെ തന്നെ പ്ലേസ് ചെയ്യാൻ പറഞ്ഞു. എസിൽ തന്നെ പ്ലേസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആ എസിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ പോരെ? പ്രിന്റ് ഓഫ് സം ഈസ് പെർസെൻറ്റേജ് ഡി കോമ എസ്. ഇവിടെ നമുക്ക് മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം മെട്രിക്സിനകത്ത് എലമെന്റ്സിന്റെ സമ്മ് കണ്ടുപിടിച്ചു. മെട്രിക്സിനകത്ത് നമ്പേഴ്സിന്റെ സമ്മ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? മെട്രിക്സ് പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സമ്മ് പ്രിന്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെയും ഒരു 3x3 മെട്രിക്സ് കൊടുക്കുകയാണ്. എൻ്റർ ദ എലമെന്റ് 1 2 3 4 5 6 7 8 9. ഓക്കെ, 1 to 9 നമ്പേഴ്സിന്റെ സമ്മ് 45. ഓക്കെ, ഇതാണ് സം ഓഫ് എലമെന്റ്സിന്റെ മെട്രിക്സ്. പക്ഷെ ഞാൻ ഇതേ പ്രോഗ്രാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത്രയും ഡെപ്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ, എങ്കിലും നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സം ഓഫ് ഓഡ് എലമെന്റ്സിന്റെ മെട്രിക്സ്. മെട്രിക്സിനകത്ത് ഓഡ് നമ്പേഴ്സിന്റെ മാത്രം സം കണ്ടുപിടിക്കാം. അതായത് മെട്രിക്സിനകത്ത് ഓഡ് നമ്പേഴ്സും കാണും, ഈവൻ നമ്പേഴ്സും കാണും. അതിൽ ഓഡ് നമ്പേഴ്സിന്റെ മാത്രം സം കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് പ്രോഗ്രാം. നമുക്ക് അറയിലൊക്കെ ഈ പ്രോഗ്രാം ചോദിക്കാറുണ്ട്. അതുപോലെ മെട്രിക്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എല്ലാ എലമെന്റ്സിന്റെ സം കണ്ടുപിടിക്കണ്ട. നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുക. എന്താ കൊടുക്കേണ്ട കണ്ടീഷൻ? എ ഓഫ് ഐ ജെ. ഓക്കെ, അതെങ്ങനെ? എ ഓഫ് ഐ ജെ എന്ന് പറയുമ്പോൾ നമുക്ക് മെട്രിക്സിനകത്ത് ഓരോ എലമെന്റ്സ് കിട്ടും. അത് ഓടാണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ ഓഫ് ഐ ജെ mod 2 = 1 ആണോ നോക്കുക. ഓക്കെ, എ ഓഫ് ഐ ജെ mod 2 = 1 നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? എ ഓഫ് ഐ ജെ എന്ന് പറയുമ്പോൾ ആ ഒരു എലമെന്റ് കിട്ടും. ആ എലമെന്റിനെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വാല്യൂ 1 ആണെങ്കിൽ ആ എലമെന്റ് എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് കണ്ടുപിടിക്കും? അത് സം കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന സം എന്തിന്റെ ആയിരിക്കും? ഓഡ് നമ്പേഴ്സിന്റെ മാത്രം സമയം നമുക്ക് കിട്ടും. സപ്പോസ് ഈ ക്വസ്റ്റ്യൻ ഈവൻ ആക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 0 1 മാറ്റി 0 ആക്കി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പേഴ്സിന്റെ മാത്രം സം കിട്ടും. മനസ്സിലായല്ലോ? വളരെ എളുപ്പം നമുക്ക് അങ്ങനത്തെ പ്രോഗ്രാമോട് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും, സം ഓഫ് എലമെന്റ്സിൽ നിന്ന്. അപ്പൊ ഞാൻ ഇതുപോലെ സേവ് ചെയ്തേക്കാം. സം ഓഫ് ഓഡ്
ഓക്കെ, റൺ ചെയ്ത് കാണിക്കണമെങ്കിൽ റൺ ചെയ്ത് കാണിക്കാം. ഒരു ചെറിയ മെട്രിക്സ് എടുക്കാം. ഓക്കെ, ഒരു 2x2 മെട്രിക്സ് എടുക്കുന്നു. എൻ്റർ ദ എലമെന്റ് 1 2 3 4. ഓക്കെ, ഇവിടെ ഓരോ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 ഉം 3 മാത്രമേ ഉള്ളൂ. 1 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് മെട്രിക്സിന്റെ ഓഡ് എലമെന്റ്സിന്റെ സമ്മോ അല്ലെങ്കിൽ ഈവൻ എലമെന്റ്സിന്റെ സമ്മോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാലെല്ലാം ഈ ഒരു പ്രോഗ്രാം നോക്കിയാൽ മതി. ഓക്കെ ആണോ? ഓക്കെ.